ഫ്രണ്ട്സ്, ഞാൻ ഷീബ ടെസി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നല്ലൊരു നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങളിൽ പലരും ഇത് മുൻപ് ഉണ്ടാക്കി കഴിച്ചു കാണും. അപ്പോൾ അതിൻ്റെ ആ രുചി ഒന്നുകൂടെ നമുക്കൊന്ന് അറിയാൻ സാധിക്കും. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വൈകുന്നേരത്തെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റിയും അതേപോലെ തന്നെ സിമ്പിളായിട്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കടായി സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ വെള്ളം ആദ്യം നമുക്ക് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ വെള്ളം തിളയ്ക്കുന്നതിൻ്റെ കൂടെ നമുക്ക് ഈ പലഹാരത്തിന് ആവശ്യമായിട്ട് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഉപ്പ് കൂടുതലായിട്ട് വേണ്ടി വരുവാണെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്ത ശേഷം ഒരു സ്പാറ്റില ഉപയോഗിച്ച് നന്നായിട്ട് ആ ഉപ്പൊന്ന് അതിലേക്കൊന്ന് അലിയിച്ച് കൊടുക്കാം. ഇനി ഇത് പെട്ടെന്ന് തന്നെ തിളപ്പിക്കാൻ ആരംഭിക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ, അത്രയും മതി. 1 ടീസ്പൂൺ നെയ്യൂടെ ആ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ തിളയ്ക്കുമ്പോഴേക്കും ആ ഉപ്പും നെയ്യൊക്കെ ആ വെള്ളത്തിലേക്ക് നന്നായിട്ടൊന്ന് മിക്സായിട്ട് വന്നോളും. അപ്പോൾ അതിനായിട്ട് നമുക്കൊന്ന് ഇച്ചിരി നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ പലഹാരം നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഈ വെള്ളം തിളയ്ക്കുക, അതുപോലെ ആ പൊടി കുഴച്ചെടുക്കുക, അത്രയും സമയം മാത്രമേ വേണ്ടി വരൂ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തത് ഏലക്കയുടെ പൊടിയാണ്. പഞ്ചസാര ചേർത്ത് പൊടിച്ച ഏലക്കയുടെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/2 കപ്പ് തേങ്ങ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തിട്ട്, അധികം അരഞ്ഞു പോകാതെ ഒന്ന് പൾസ് ചെയ്തിട്ട് എടുത്തതാണ്. അത് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അതും ഈ തേങ്ങയുടെ കൂടെ ഒന്ന് പൾസ് ചെയ്യുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഞാൻ അതിലേക്ക് 1 കപ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് പുട്ടിൻ്റെ പൊടി, പൊൻകതിർ പുട്ടിൻ്റെ പൊടിയാണ്. അതായത് കുറച്ച് തരിയോട് കൂടിയിട്ടുള്ള പുട്ടിൻ്റെ പൊടിയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇടിയപ്പത്തിൻ്റെയോ അതുപോലെ പത്തിരിയുടെയോ ഒന്നും പൊടി എടുക്കരുത്. ചെറിയ നേരിയ തരിയോട് കൂടിയിട്ടുള്ള പുട്ടുപൊടി ഉണ്ടല്ലോ, പൊൻകതിർ പുട്ടുപൊടിയാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഫ്ലെയിം ഒന്ന് താഴ്ത്തി വെച്ച ശേഷം ആ പുട്ടുപൊടി നമുക്ക് ആ വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് വാട്ടിയെടുക്കാം. ഇതുപോലെ മരത്തിൻ്റെ ഒരു സ്പാറ്റില ഉപയോഗിച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ പൊടിയെ നന്നായിട്ടൊന്ന് സോഫ്റ്റാക്കി ഇളക്കി കൊടുത്ത് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ആ വെള്ളത്തിലേക്ക് ആ പൊടിയെല്ലാം നന്നായിട്ടൊന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കളയാം. ഫ്ലെയിം ഓഫാക്കി ഇത് മൂടി കുറച്ച് നേരം നമുക്കവിടെ വെക്കാം. ആ സമയം കൊണ്ടൊന്ന് തണുത്ത് വരും. അപ്പോൾ തണുക്കുമ്പോഴാണ് നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാൻ സാധിക്കും. വല്ലാതെ തണുക്കണ്ട, കൈ കൊണ്ട് തൊടുന്ന ചൂടുള്ള പാകത്തിന് നമുക്ക് ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കയ്യിൽ ഒട്ടിപ്പിടിക്കുകയോ അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. എണ്ണയൊന്നും കയ്യിൽ തൂവേണ്ട ആവശ്യമില്ല. ഇതൊന്ന് കുറച്ച് മാവെടുത്ത് ഇതുപോലെ ഉള്ളം കയ്യിൽ വെച്ച് ഇതുപോലെ ബോൾസാക്കി എടുത്താൽ മതി. ആ ബോൾസിൻ്റെ വലുപ്പം മാത്രം നിങ്ങൾ തീരുമാനിക്കുക. വളരെ ചെറിയ ബോൾസ് വേണോ അതോ വലിയ കോഴിക്കട്ടയുടെ വലുപ്പം വേണോ? ഞാനൊരു മീഡിയം, എൻ്റെ ഉള്ളം കയ്യിൽ കൊള്ളുന്ന അത്രയും മാവ് മാത്രം എടുത്തിട്ട് ഒരു മീഡിയം വലുപ്പത്തിലുള്ള ബോൾസാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ സാധിക്കും. ഇനിയിപ്പോൾ അഥവാ വെള്ളം കുറഞ്ഞു തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിങ്ങനെ ഒന്ന് ചൂടാക്കിയിട്ട്, തിളപ്പിക്കൊന്നും വേണ്ട, ഒന്ന് ചൂടാക്കിയിട്ട് ഇച്ചിരി ഒന്ന് തളിച്ചു കൊടുത്താൽ മതി. എന്നാൽ തന്നെ പെട്ടെന്ന് നമുക്ക് കുഴച്ചെടുക്കാൻ സാധിക്കും. എന്നാലും കഴിയുന്നതും 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളം വെച്ചിട്ട് തിളപ്പിച്ചെടുത്ത് മാവ് തയ്യാറാക്കിയാൽ മതി. പക്ഷേ ചില ബ്രാൻഡുകൾക്ക് വെള്ളത്തിൻ്റെ ഈ പറയുന്ന ഒരു അളവിലായിരിക്കില്ല. അതുകൊണ്ട് ബ്രാൻഡ് മാറുമ്പോൾ, പുട്ടുപൊടിയുടെ ബ്രാൻഡ് മാറുമ്പോൾ വെള്ളത്തിൻ്റെ അളവിലും ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഇനി ഞാൻ എല്ലാ ബോൾസും ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഫ്രഷായിട്ട് ചെരുവിയെടുത്ത തേങ്ങയിലേക്ക് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാ ബോൾസും ഇതുപോലെ കുറച്ച് തേങ്ങ മതി, അധികം വേണ്ട. കുറച്ച് ഒരു പാത്രത്തിൽ തേങ്ങ എടുത്തിട്ട് അതിലേക്ക് ഈ ബോൾസ് എല്ലാം നമുക്കൊന്നിങ്ങനെ കോട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കാം. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പ്ലേറ്റിൽ വാഴയില ഇങ്ങനെ വെട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് ഞാൻ ഓരോ ബോൾസും ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ വാഴയിലയുടെ കൂടെ ഇതൊന്ന് ആവി കയറി വരുമ്പം വേറെ തന്നെ നല്ലൊരു ഫ്ലേവറും കൂടെ കിട്ടും. അപ്പോൾ കഴിയുന്നതും വാഴയിലയിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് വേണം സ്റ്റീം ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതിൽ ഇതുവരെയും പഞ്ചസാരയോ മധുരമോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് വളരെ ഹെൽത്തിയാണ്, എല്ലാവർക്കും കഴിക്കാനും സാധിക്കും. ഇനി നമുക്കിത് സ്റ്റീമറിൽ വെള്ളം വെച്ച് ഞാൻ ആ സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്.
ഇനി മൂടി നമുക്കൊരു 5 മിനിറ്റ് അല്ലെങ്കിൽ 6 മിനിറ്റ് ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ ഇത് നന്നായിട്ട് വെന്ത് വരും. അപ്പോൾ മൂടി വെച്ച് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് സ്റ്റീം ചെയ്തിട്ട് എടുക്കാം. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ചൂടുള്ള ചായയുടെ കൂടെയൊക്കെ ഇത് നമുക്ക് വേറെ ഒന്നും വേണ്ട, ഇത് തന്നെ എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇവിടെ എല്ലാം സ്റ്റീമായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആ തേങ്ങയും കൂടെ കൂട്ടിയിട്ട് നമ്മൾ കഴിക്കുമ്പോൾ ചെറിയ നല്ല ഒരു തരി തരി ആയിട്ടുള്ള നമ്മളെ പുട്ടുപൊടിയാണല്ലോ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നല്ലൊരു രുചിയുള്ള കോഴിക്കട്ട പോലെയുള്ള ഒരു പലഹാരമാണ് ഇത്. പലരും എനിക്ക് തോന്നുന്നു നേരത്തെ വീടുകളിൽ തയ്യാറാക്കി കഴിച്ചിട്ടുണ്ടാവും. അങ്ങനെ കഴിച്ചിട്ടുള്ളവരും തയ്യാറാക്കിയിട്ടുള്ളവരും എന്നെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടേ ഉണ്ടാക്കിയത്. അപ്പോൾ മധുരം ഇടാതെ വേണമെങ്കിൽ കഴിക്കാം, ഇനി കറി വേണമെങ്കിൽ കറി കൂട്ടിയിട്ട് കഴിക്കാം. അപ്പോൾ ഇത് വളരെ സോഫ്റ്റാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ വായിലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞു പോകുന്ന ഇത് നോക്കൂ. ഇതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ മുറിച്ചെടുക്കാനും സാധിക്കും, എന്നാൽ പൊടിഞ്ഞു പോകത്തേയും ഇല്ല. അപ്പോൾ അതുപോലത്തെ നല്ലൊരു പലഹാരമാണ്. അപ്പം ഞാനിന്ന് വേറെ രീതിയിൽ ട്രൈ ചെയ്ത് ഇങ്ങനെ ആവിയാക്കി വെച്ച ഈ ബോൾസ് ഒരു പാത്രത്തിലെടുത്തിട്ട് കുറച്ച് പഞ്ചസാര ഞാൻ അതിൻ്റെ മുകളിൽ ഇങ്ങനെ തൂവി കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരയും കൂടെ ഒന്ന് കോട്ട് ചെയ്തിട്ടാണ് കഴിച്ചത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ പുതിയ ഫ്രണ്ട്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ഇനി ഞാൻ പുതിയ വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.